Dear students, today we'll be beginning the introduction of the chapter rather, letters from the mothers of Nenjamparambu to the Supreme Court. This is by M.A. Rahman. I have already requested you to watch a video documentary about the use of endosulfan in Kasargod and its side effects so that you understand the depth of the issue. So now we'll be first dealing with the introduction of the author, M.A. Rahman. M.A. Rahman he's a retired professor and he's a social activist who works for the betterment of society and the sufferings of the society in different spheres. And the most important struggle he has come forth is for the use of endosulfan, for the people who suffered from the spraying of endosulfan in Kasargod. Then he was a critic and he is a filmmaker. He is also a writer. He is the recipient of Order Cruel Award. He also received an Indian Literary Award for Oro Jeevanam Vilapettadana. Indian Literary Award is an award given for writers in regional language for their exceptional performance. Then he also made a documentary on Bashir the Man. Bashir Vaika Muhammad Bashir. He received National Award for that in the year 1988. So you can watch this documentary in YouTube. It's available there. Next, letter from mothers is a telling narrative. Telling explaining narrative. This letters from mothers chapter it explains the difficulties faced by the mothers and the people there who suffered from the use of endosulfan. Endosulfan spray ചെയ്തതുകൊണ്ട് എത്രത്തോളം അവിടുത്തെ ആൾക്കാർ സഫർ ചെയ്തു, അതിൽ അമ്മമാർ എത്രത്തോളം സഫർ ചെയ്തു എന്നുള്ളത്. മദേഴ്സ് ആർ ദ പില്ലേഴ്സ് ഓഫ് എ ഫാമിലി, റൈറ്റ്? അപ്പോൾ അവർക്ക് എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ഇൻ റേസിങ് ദ ചിൽഡ്രൻ ബൈ ദംസെൽസ്, ഹസ്ബൻഡ്സ്, പേരൻസ് ആൻഡ് ഓൾ ദാറ്റ് ഇസ് ബീങ് ഡിസ്കസ്ഡ് ഡീറ്റെയിൽ ആയിട്ട്. On the gruesome effects, gruesome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഫിക് ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് എൻഡോസൾഫാൻ ഇൻ കാസർഗോഡ്. ദെൻ ദ നെക്സ്റ്റ് തിങ് ഇസ് ദ പെസ്റ്റിസൈഡ് ഇസ് നൊട്ടോറിയസ്. പെസ്റ്റിസൈഡ് അറിയാലോ, കീടനാശിനി ഈസ് നൊട്ടോറിയസ് എന്നാൽ റോങ്ലി ഫേമസ്, കുപ്രസിദ്ധം ഫോർ ഇറ്റ്സ് അക്യൂട്ട് ടോക്സിസിറ്റി. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള ടോക്സിസിറ്റി മീൻസ് ഹൈലി ടോക്സിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഹസാർഡസ് ആയിട്ടുള്ളത്, ഹൈലി നമ്മൾക്ക് മോശം ചെയ്യുന്ന, നമ്മളുടെ ശരീരത്തിന് മോശമായിട്ടുള്ള വിഷാംശമുള്ളത് തന്നെയാണ് ടോക്സിക് എന്ന് പറഞ്ഞാൽ അർത്ഥം. ദെൻ അക്യൂട്ട് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ട് ടോക്സിക് ആണ്. ദെൻ വാട്ട് ഈസ് ഇറ്റ് ഫേമസ് ഫോർ? പൊട്ടൻഷ്യൽ ബയോ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കപ്പാസിറ്റി. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു അക്യുമുലേറ്റ് ഇൻ യുവർ ടിഷ്യൂ. അപ്പോൾ നമ്മുടെ ടിഷ്യൂവിൻ്റെ ഉള്ളിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ സെൽസിനുള്ളിലൊക്കെ ഈ കെമിക്കൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും, അതായത് സെഡിമെൻറ്റഡ് ആവും. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ നമ്മുടെ എൻ്റെ ബോഡി ഫങ്ഷനിങ്ങിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. വലിയ അസുഖങ്ങൾ, ടെർമിനൽ ഇൽനെസ് വരാനുള്ള റീസൺ ആയിട്ട് മാറുകയും ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്, അതായത് നമ്മളുടെ ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നാണ്. അപ്പോൾ ഡിസ്റപ്റ്റർ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അതുകൊണ്ട് തന്നെ ഇറ്റ് എഫക്ട്സ് സെക്രീഷൻ ഓഫ് ഹോർമോൺസ് മര്യാദയ്ക്ക് സെക്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ജനറ്റിക് ഡിഫക്ട്സും അതുപോലെ തന്നെ ബോഡി ഡിസ്ഫങ്ഷനിങ്ങിനൊക്കെ എഫക്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് endosulfan is such a pesticide or toxic agent that it can entirely affect the body of the human being. Either it can kill the person or it can at least ജീവിതകാലം മൊത്തം സഫറിങ്ങിലേക്ക് തള്ളിവിടാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള പെസ്റ്റിസൈഡാണ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ഐഡൻറ്റിഫൈഡ് ആസ് ഹൈലി ഹസാർഡസ്. അപ്പോൾ ഓരോ ഏജൻസീസ് ഇതിന് ഓരോ കെമിക്കലിനെ പല രീതിയിലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി US-ൻ്റെത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇറ്റ് ഇസ് എ ഹസാർഡസ്, ദാറ്റ് ഇസ് ഇറ്റ്സ് എ ഡേഞ്ചറസ് കെമിക്കൽ എന്നാണ്. പിന്നെ UN എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇറ്റ്സ് എ പെർസിസ്റ്റൻറ്റ് ടോക്സിക് സബ്സ്റ്റൻസ് എന്നാണ്. പെർസിസ്റ്റൻറ്റ് ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ
Persistent means the effect of the toxic agent or the chemical lasts for longer than we expect. അതായത് സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു കെമിക്കലോ ബാഡ് കെമിക്കലോ എന്തെങ്കിലും നമ്മളുടെ ബോഡിയിൽ വീണ് കഴിഞ്ഞാൽ ദ റിയാക്ഷൻ വിൽ ബി ഫോർ ദ മൊമെൻറ്റ് അല്ലെങ്കിൽ ഫോർ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോയിട്ട് ഇത് അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കാം. അത് പോയാൽ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചാൽ മാറുന്നതാണ്. ബട്ട് ദിസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. പേഴ്സിസ്റ്റൻ്റ് ആണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഡിഫക്ട്സ് ആണ് ഇത് കൊണ്ടുവരിക ഇൻ ബോഡി. മേ ബി ഇറ്റ് മൈറ്റ് ബി ഡിസീസ് ദാറ്റ് ലാസ്റ്റ് ഫോർ ലോങ്, അതർവൈസ് ഇറ്റ് വിൽ ടേക്ക് യുവർ ലൈഫ്. അത്രത്തോളം ഡേഞ്ചറസ് ആണ്. അതാണ് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ തളിച്ചുകൊണ്ടിരുന്നത് ഒരു ഏരിയയിൽ where people live, so that we understand the gravity of the situation. So പിന്നെ ടോക്സിക്കോളജിക്കൽ റിസർച്ച് സെൻറ്റർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വീണ്ടും എക്സ്ട്രീംലി ഹസാർഡസ് കെമിക്കൽ എന്നാണ്. പിന്നെ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ബാൻഡ് ഇൻ 80 കൺട്രീസ് അക്രോസ് ദ വേൾഡ്. പിന്നെ 2012 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടന്നപ്പോൾ, ഒരു കൺവെൻഷൻ നടന്നപ്പോൾ ദിസ് വാസ് ഐഡൻറ്റിഫൈഡ് ആസ് എ പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻ്റ് ആൻഡ് ബാൻ വാസ് ബ്രോട്ടൻ. അതായത് ഇതിനി യൂസ് ചെയ്യരുത് എന്ന് പറയേണ്ടായി. ഇറ്റ് വാസ് ഇൻ ഓൾമോസ്റ്റ് 127 കൺട്രീസ്. ഐ ഹാവ് മെൻഷൻ it in the slide. Please remember 127 countries. And this but all of a sudden ഒരു സാധനം ബാൻ ചെയ്യാൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഫേസ്ഡ് മാനറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ കൺവെൻഷന് ശേഷം ഇറ്റ് വാസ് ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ദി യൂസ് ഓഫ് വാട്ട് ദിസ് pesticide named endosulfan. Then now coming to the regional issue or the issue faced in Kerala, in Kasaragod, the place in Kasaragod where this pesticide was ഇൻഡിസ്ക്രിമിനേറ്റ്ലി സ്പ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും നോക്കാതെ ഒരു എൻറ്റയർ ഏരിയയിൽ വെദർ പീപ്പിൾ ആർ ലിവിങ് ഓർ നോട്ട്, വെദർ പീപ്പിൾ ആർ സഫറിങ് ഓർ നോട്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ ദിസ് വാസ് ബീങ് സ്പ്രെയ്ഡ് ഇൻ ഹില്ലി ഏരിയാസ് യൂസിങ് കോപ്റ്റേഴ്സ് യൂസ് ചെയ്ത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് മാനുവൽ ഡൂയിങ് ഓഫ് തിങ്സ്. It will cover the entire area in such a way that it won't leave even people who are living in the area. അപ്പോൾ അത് ഫുൾ ഏരിയ ഹില്ലി ഏരിയ ആണ്. അപ്പോൾ മാനുവലി ആക്സസ് കുറവായതുകൊണ്ട് തന്നെ they have used helicopters and hence the people got affected. And the പ്രോബ്ലം വാസ് ദാറ്റ് ഹില്ലി ഏരിയ ആണ്, കുറച്ച് ഉൾപ്രദേശമാണ്, അധികം ആൾക്കാർക്ക് അങ്ങനെ അത്യാവശ്യം സോഷ്യലി അതുപോലെ എക്കണോമിക്കലി വെൽ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കാത്ത സ്ഥലമാണ്. ഓൺലി വെരി മാർജിനലൈസ്ഡ് എക്കണോമിക്കലി ആൻഡ് അതർവൈസ് വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ബിലോ പോവേർട്ടി ലൈൻ ആയിട്ടുള്ള ആൾക്കാർ, മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ പറ്റാത്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു അത്. ദാറ്റ് ഈസ് ദ മേജർ തിങ് വി ഹാവ് ടു ഒബ്സർവ്. marginalized people who were really poor lived in these areas, and we know the voice of them won't reach any authorities. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല, അവർ സംസാരിച്ചാൽ ആരും കേൾക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ no one actually helped them out in the beginning stages. There was nobody to stay with them or react and say that you can't use this. And as usual നമ്മൾ പറയുമ്പോൾ ഇത്രയും ഹില്ലി ഏരിയയിലാകുമ്പോൾ എഡ്യൂക്കേഷണൽ ആക്സസും കുറവായതുകൊണ്ട് തന്നെ they didn't know in the earlier stages that these things had these kind of side effects. ആ സൈഡ് എഫക്ട്സ് പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് they did actually know that these endosulfan had these kind of side effects. And when they started reacting, മറ്റേത് മാഫിയ ലോബിയാസാണ് ഇതിൻ്റെ പുറകിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ their voice wasn't heard. It took years when somebody heard about them. So റൂട്ടിങ് ഔട്ട് ദിസ് മെനേസ്. അപ്പോൾ ഈ പറയുന്ന സംഗതിയെ, മെനേസിനെ അല്ലെങ്കിൽ പ്രോബ്ലത്തിന് റൂട്ട് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ വലിച്ചെറിയുക അല്ലെങ്കിൽ പിഴുതെറിയുക എന്ന് പറയുന്നതിലേക്ക് എത്താൻ വേണ്ടി ഇറ്റ് ടുക്സ് ഇയേഴ്സ് ബിക്കോസ് there was lobbying between government officials and scientists. ഇത് യൂസ് ചെയ്യാൻ സാങ്ഷൻ കൊടുത്തിരുന്ന സയൻറ്റിസ്റ്റുകളും അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസും തമ്മിൽ നല്ല പോലെ ലോബിയിങ് ഉണ്ടായിരുന്നു. they were in a pact with money and lot other things. Politics was involved and no one was there to listen to these people. Then
അതിൻ്റെ സൈഡ് എഫക്റ്റ് ആസ് ഐ ഓൾറെഡി ടോൾഡ് യു വാസ് ടെർമിനൽ ഇൽനെസ്. ദാറ്റ് ടെർമിനൽ ഇൽനെസ് തന്നെ ജീവൻ എടുക്കുന്ന അസുഖങ്ങളാണ്. കോൺജനിറ്റൽ അനോമലീസ് ഈസ് അനദർ സൈഡ് എഫക്റ്റ് ഓഫ് എൻഡോസൾഫാൻ. കോൺജനിറ്റൽ അനോമലീസ് എന്ന് പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള ഡിഫക്റ്റ്, ബർത്ത് ഡിഫക്റ്റും ഒക്കെ ഇതിൽ പെടുന്നതാണ്. അതായത് വെൻ എൻഡോസൾഫാൻ യൂസ് ചെയ്യുന്ന ഏരിയയിൽ മദേഴ്സ് വെൻ ദേ ഗെറ്റ് പ്രഗ്നൻറ്റ് ദ ബേബി ഗെറ്റ് അഫക്റ്റഡ് ഇൻ ദ വൂംബ് ഇറ്റ് സെൽഫ്. ആൻഡ് അവർ പുറത്തേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണില്ലാത്ത കുട്ടികളായിട്ടായിരിക്കും, ചെവിയില്ലാത്ത കുട്ടികളായിട്ടായിരിക്കും, സ്കിൻ ഡിസോർഡേഴ്സ് ഉണ്ടാവും, ചിലപ്പം ദേ വോണ്ട് ബി ഏബിൾ ടു വാക്ക്, ദേ വിൽ ഹാവ് ബിഗ് ഹെഡ്സ്, മെൻ്റൽ ഇഷ്യൂസ്. ഇങ്ങനെയാണ് ഈ കുട്ടികൾ പുറത്തേക്ക് വരുന്നത്. ബിക്കോസ് അങ്ങനെയാണ് അവർ എഫക്റ്റഡ് ആയിരുന്നത്. ആൻഡ് ഇമാജിൻ എ ഹോം വെയർ ഓൾ ദ കിഡ്സ് ആർ ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ജനറേഷനിലോളം റിസൾട്ട് ചെയ്യുന്നത് കുറച്ച് ആൾക്കാരുടെ പേഴ്സണൽ ഡിഫക്റ്റിനും ബെനഫിറ്റിനും വേണ്ടിയിട്ട് ചെയ്യുന്നതിൻ്റെ ഗ്രൂസം ക്രൂവൽറ്റി നമ്മൾ ആലോചിക്കേണ്ടതാണ്. സോ ഈ ലെറ്റർ അങ്ങനെ ഗതികെട്ടിട്ട് വെൻ എം എ റഹ്മാൻ സർ ലേൺഡ് അബൌട്ട് ദിസ് ഇഷ്യൂ, ഹി വെൻറ്റ് ദെയർ, ഹി ലേൺഡ് അബൌട്ട് ഇറ്റ്, ഹി ഇൻട്രാക്റ്റഡ് വിത്ത് ദ പീപ്പിൾ, ഹി ഗോട്ട് ഇൻ ടു ദ ഇഷ്യൂ. ആൻഡ് എന്താ പറയുക, പൊളിറ്റിക്കൽ പാർട്ടീസ് ചിലതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ എഫക്ട്സ് ഡിഡ്ന്റ് കം. അപ്പോൾ അദ്ദേഹം ചെന്ന് ഈ എസ്പെഷ്യലി ദ പീപ്പിൾ ഹു സഫേർഡ് ദ മോസ്റ്റ് വാസ് വിമൻ ഫോക്ക്, especially because the children who were born after the use of endosulfan were all with defects that we can't imagine. You might have watched in the video I forwarded you. So he understood the trauma the mothers went through, and this letter invites the attention towards the trauma faced by the women folk, especially mothers. This letter was actually drafted in Malayalam by M.A. Rahman sir himself because he had direct encounters with these mothers and families, and this was later translated into English by Lasita. This letter is signed by almost 10 mothers from Karadukka Panchayat of Kasaragod. And this letter portrays the angst എന്ന് പറഞ്ഞാൽ പേടി, ഭയം, ആങ്ക്യഷ്നെസ്, ആങ്സൈറ്റി ഓഫ് ദ വിക്ടിംസ്. ഇനി എന്ത് ചെയ്യും? ഇഫ് ദിസ് കണ്ടിന്യൂഡ് വാട്ട് വിൽ വി ഡു? ഇഫ് ദിസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ് ഡസൻ സ്റ്റോപ്പ് വാട്ട് വിൽ ഹാപ്പൻ ടു അസ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം. അല്ലെങ്കിൽ ഇനി എങ്ങനെ ജീവിക്കും? ഇഫ് ദി എൻറ്റയർ ചിൽഡ്രൻ ഹു ആർ ബോൺ ആർ ലൈക്ക് ദിസ്, ദ പാരൻസ് കനോട്ട് ഗോ ഫോർ എ ജോബ്, ദേ കൻ മിക്കവാറും അന്നന്ന് എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഇത്തരത്തിലുള്ള കുട്ടികളെ വീട്ടിലിട്ടിട്ട് പോകാൻ പറ്റില്ല. ആൻഡ് ദേ ഹാവ് നോ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ആ ഇഷ്യൂ അവിടെ കിടക്കുന്നുണ്ട്. ദെൻ ഏറ്റവും കൂടുതൽ ഈ ലെറ്ററിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ബിക്കെയിം ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ വേർഡിക്റ്റ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ഉറപ്പായിട്ടും എന്താണ് ഇത് ബാൻ ചെയ്യാനുള്ളതും അതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള ഫാമിലീസിന് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് ഇറക്കി. ആ സമയത്ത് ദിസ് ലെറ്റർ പ്ലേഡ് ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്ലേഡ് എ മേജർ റോൾ ഇൻ ബ്രിങ്ങിങ് ഔട്ട് ദാറ്റ് വേർഡിക്റ്റ്. ഓക്കെ, ദെൻ when this letter was submitted in court, the court directed to give a writ petition. അപ്പോൾ ആദ്യം ലെറ്റർ ആയിട്ടായിരുന്നു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ അതിൻ്റെ കൂടെ there were so many photographs. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ സഫറിങ്സ് കാണിക്കുന്ന ഫോട്ടോഗ്രാഫ്സും ആൻഡ് പ്ലസ് ദി ലെറ്റർ വാസ് സബ്മിറ്റഡ് ഇൻ ദ സുപ്രീം കോർട്ട്. ആൻഡ് സുപ്രീം കോർട്ട് ആസ്റ്റ് എന്താ പറയുക, ഒരു റിറ്റ് പെറ്റീഷനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. റിറ്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക്, അതായത് ഹയർ കോർട്ടിന് ലോവർ കോർട്ടിന് ഓർഡർ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ, അതായത് എന്ത് ഓർഡർ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ദാറ്റ് ദിസ് ഷുഡ് ബി സ്റ്റോപ്ഡ് എന്നുള്ള ഓർഡർ കൊടുക്കാൻ രൂപത്തിലുള്ള ഒരു ഓർഡറിനാണ് റിറ്റ് പെറ്റീഷൻ എന്ന് പറയുക. അപ്പോൾ ആ ഫോർമാറ്റിൽ ഈ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറയുകയും ചെയ്തു. ആൻഡ് ദിസ് റിറ്റ് പെറ്റീഷൻ വാസ് സബ്മിറ്റഡ് ബൈ വന്ദന ശിവ. ഓക്കെ, വന്ദന ശിവയാണ് ഇതിൻ്റെ. വന്ദന ശിവ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ്, വെരി ഫേമസ്. അപ്പോൾ റിറ്റ് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി ദ വേർഡിക്റ്റ് കെയിം ഇൻ 2017 വന്നത്. 2017 വന്നിട്ടുള്ളത്. ജനുവരിയിൽ 17th ജനുവരിക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് അപ്പോൾ സഡൻ കോമ്പൻസേഷനായിട്ട് 5 lakhs കൊടുക്കാൻ വേണ്ടി പറയും. പിന്നീട് ഫുൾ സ്കെയിൽ കോമ്പൻസേഷൻ ഘട്ടം ഘട്ടമായിട്ട് കോമ്പൻസേഷൻ ട്രിബ്യൂണലിനോട് കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു ടു ദ അഫ്ലിക്റ്റഡ് ഫാമിലി. സോ this was what happened, and this letter had such an amount of impact that it resulted in
such an important verdict that helped out. ഒരു വലിയൊരു ഡിഫറൻസ് ബേസിക് ആയിട്ടുള്ള അവരുടെ ഇഷ്യൂസിന് ഉണ്ടായിട്ടില്ല എങ്കിലും കൂടി ഏത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് പൈസ എന്നുള്ളതാണ്. സോ ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ദി യൂസ് ഓഫ് എൻഡോസൾഫാൻ വാസ് ഓൾസോ ബാൻഡ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഡിസ്കസിങ് ദിസ് ലെറ്റർ. ഓക്കെ.